അല്ലേലും അതങ്ങനെയാണ്. ചില ദിവസം നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങണം, എന്തെങ്കിലും തട്ടിക്കൂട്ടി വേഗം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും 8ൻ്റെ പണി കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തി അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പുട്ട്. അപ്പോൾ എന്തായാലും പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഇരുന്ന പുട്ടുപൊടി മൊത്തം ഇട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു. പച്ചവെള്ളം ഒഴിച്ചാൽ സോഫ്റ്റ്നസ് കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും പുട്ട് നല്ല കുഴക്കട്ട പരുവത്തിലായിട്ടിരിക്കുക. നനവ് കൂടിപ്പോയി, ഒന്ന് കുഴഞ്ഞു പോയി കേട്ടോ. അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളത്തിൽ ഞാൻ കുറച്ച് റവ എടുത്തിട്ടു, കുറച്ച് ഗോതമ്പ് മാവ് ഇട്ടു, ഒന്നും ഇട്ടിട്ടും സെറ്റ് ആവുന്നില്ല. അവസാനം ഹരിയുടെ കാല് പിടിച്ച് ഹരി ഒന്ന് പോയി പുറത്തുനിന്ന് സാധനം മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു പുട്ടുപൊടി, ചെമ്പാവ് തന്നെ ആവണമെന്നില്ല, അരിപ്പൊട്ടുപൊടിയെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പോയി ഇട്ടൊന്നു കേട്ടോ അരിപ്പൊടി. എന്നിട്ട് അവസാനം അതിട്ട് മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെയോ പുട്ടായി. അപ്പോഴത്തേക്കും കടലക്കറിയും സൈഡ് ബൈ സൈഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവസാനം എന്തായാലും രാവിലത്തേക്ക് കഴിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പുട്ടും റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ നല്ല അസല് കടലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടൽ നല്ല കട്ടിയാവാനായിട്ട് കടല അരച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുവാണെങ്കിൽ വേറെ ഏതെങ്കിലും പുട്ടുപൊടി വെച്ചിട്ട്, അതായത്